ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളുകൾക്ക് ശേഷം ഇതാ ഒരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ സഡൻ ട്രിപ്പ് ടു പോണ്ടിച്ചേരി. അപ്പോൾ ഒരു ദീപാവലി സെലിബ്രേഷന് ശേഷം എന്ത് ചെയ്യണം? ബാംഗ്ലൂരിലെ ഫിനിക്സ് മോളിൽ പോയാലോ? വേണ്ട, മാൾ ഓഫ് ഫിഷിൽ പോവാം. വേണ്ട, നമുക്കൊന്നൊരു കാര്യം ചെയ്താലോ, നന്ദി ഹിൽസ് പോയാലോ? അങ്ങനെയുള്ള കുറച്ച് റാൻഡം പ്ലാൻസൊക്കെ അവസാനം ചെന്നത് ഇത് എവിടെയാണെന്നറിയോ? പോണ്ടിച്ചേരിയിൽ. അതെ, അങ്ങനെ രാത്രി 12:30-ക്കാണ് നമ്മൾ പോണ്ടിച്ചേരി എത്തുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ് എല്ലാ ബുക്കിങ്സും എല്ലാം ചെയ്തത്. ഹോട്ടൽസൊക്കെ ഫുള്ളായിരുന്നു. കാരണം ആ ദീപാവലിയുടെ 4 days ബുക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവസാനം കിട്ടിയതൊരു ഡോർമെറ്ററി ആയിരുന്നു. ബട്ട് ആക്ച്വലി എനിക്ക് സ്റ്റേ ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഫൈനലി വി ആർ ഇൻ പോണ്ടിച്ചേരി. ഹായ് സംസാരിക്കൂ. അങ്ങനെ ഡേ 1 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പോയത് കോരമണ്ടൽ കഫേയിലാണ്. പക്ഷെ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. വെയിറ്റിംഗ് പീരീഡ് ഒരു 30 minutes 45 minutes ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചുമ്മാ ഉള്ളിൽ കയറി അത് എന്താന്നൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഓരോ വില്ലയിലാണ്. ഇവിടേക്ക് പോവാൻ ഇവിടെ നമ്മുടെ ഇൻഫർമേഷൻ സെന്റർ ഇവിടേക്ക് വരുമ്പോൾ നമ്മളുടെ ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. അവിടെ നിന്ന് ചോദിച്ചിട്ട് വേണം എവിടെയെങ്കിലും തട്ടിത്തിരിയാൻ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല, പക്ഷെ ഇവിടെ ലോകത്തുള്ള എല്ലാവരും ഇപ്പൊ പോണ്ടിച്ചേരിയിലുണ്ട്. അത്രയ്ക്കും ക്രൗഡ്. ഓരോ കഫേയിലും പോയി എല്ലായിടത്തും ഒരു അരമണിക്കൂർ മിനിമം വെയിറ്റിംഗ് ടൈം പറയുന്നു. അത്രയ്ക്കും തിരക്കുള്ള സമയം. പക്ഷെ എല്ലാവരും മലയാളികളാണ്, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഈ പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു 13 kilometers കുറച്ച് പോയിട്ട് വേണം ഇത്. അതെന്ന് പറയുന്നത് അവിടുത്തെ ഒരു എക്സ്പെരിമെൻ്റൽ വില്ലേജ് എന്നെന്തോ ആണ് പറയുന്നത്. നടുവിലൊരു ഗോൾഡൻ സ്പിയറൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻട്രിയിൽ നിന്ന് ഒരു 30 minutes വാക്ക് ഉണ്ട് അങ്ങോട്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇന്നലെ രാത്രിയാണ് പോണ്ടിച്ചേരി എത്തിയത്. ഇന്നലെ എത്തിയിട്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഓരോ വില്ല, അതിന് പേര് ഓറവില്ലല്ലേ, ഓരോ വില്ലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഇത് കുറേ ദൂരമുണ്ട്. നമ്മുടെ ശരിക്കും പോണ്ടിച്ചേരി ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു 13 kilometer ഉണ്ട് ഇങ്ങോട്ട്. ഒരു 40 minutes എടുത്തു. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക് എന്ന് വെച്ചാൽ നല്ല ക്രൗഡാണ് ഏരിയ. കാരണം 4 ദിവസം നമ്മൾ അടുപ്പിച്ചിട്ടുള്ള ഒരു ലീവൊക്കെ കിട്ടുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഈ മന്ത്രിമന്ദിറിലേക്ക് ഒരു 1.5 kilometer നമ്മൾ വാക്ക് ചെയ്യണം. അങ്ങനെ നമ്മളിതാ ഗോൾഡൻ സ്പിയർ കണ്ടു കേട്ടോ. ഒരു 13 kilometer പോണ്ടിച്ചേരിയിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ഒരു ഓൾമോസ്റ്റ് 2 kilometer നമ്മൾ നടന്നിട്ടൊക്കെയാണ് അവിടെ എത്തിയ. ഗോൾഡൻ സ്പിയർ കണ്ടു. അവിടെ നിന്ന് തന്നെ നമ്മളൊരു ബസ് എടുത്തിട്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് പോയി. ഈ വീഡിയോ കാണുമ്പോൾ കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഈ തൊപ്പിയിലായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കരിഞ്ഞു പോകും, അത്രയ്ക്കും ചൂടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. ഞങ്ങൾ പോകുന്ന ബസ്സിൽ കുറേ ഫാമിലിനൊക്കെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും റോക്ക് ബീച്ചിൽ, ഇത് റോക്ക് ബീച്ച് തന്നെയല്ലേ, റോക്ക് ബീച്ചിൽ ഇങ്ങനെ നടന്നു. പിന്നെ അതിനുശേഷം നൈറ്റ് ഞങ്ങളിതാ പോണ്ടി മരീന ബീച്ചിൽ പോവാണ്. അപ്പൊ ഞങ്ങള് വൈകുന്നേരം 6:30 മണിയായിട്ട് ഇതെന്തൊരു പേര്, റോക്ക് ബീച്ചിൽ നിന്ന് അതെ പോണ്ടി മരീന ബീച്ചിലേക്ക് പോകണം. ഇവിടെ നൈറ്റ് ലൈഫ് ഉള്ളത് അവിടെയാണെന്നാണ് ഞങ്ങൾ കേട്ടത്. അവിടെ പോണ്ടി മരീന റിസർച്ച് ചെയ്തു. ഞങ്ങൾ പോണ്ടി മരീന ബീച്ചിൽ പോയിട്ട് അവിടെ കുറച്ച് വൈബ് ചെയ്ത് അതിനുശേഷം ചില്ലായിട്ട് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ രാത്രി ആയിട്ട് ഇവിടെ. ഇനി നാളെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പൊ നാളത്തെ പ്ലാൻസ് നാളെ കാണിച്ചു തരും. അങ്ങനെ പോണ്ടി മരീന ബീച്ചിലെത്തിയപ്പോഴാണ് ഒരു പൈററ്റ് എന്ന് പറഞ്ഞൊരു കഫേയിൽ ഹാലോവിൻ പാർട്ടി നടക്കണം നമ്മൾ കണ്ടത്. അപ്പോൾ ആ തീരം നമ്മൾ ഈ ഹാലോവിൻ്റെ പോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത് പോകുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഹാലോവിൻ്റെ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ക്യാപ്പൊക്കെ വെച്ചിട്ട് അവിടെ പോയിട്ട് കുറേ ഡാൻസൊക്കെ ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. അവിടെ നിന്ന് തന്നെ ഡിന്നറും കഴിച്ച് പോണ്ടിച്ചേരി ഡേ 2 നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ഒരു ബോട്ടിംഗ് ആയിരുന്നു. ബോട്ടിംഗ് ടു അരിക്കമേട് ഐലാൻഡ് ആൻഡ് മംഗരവ ഫോറസ്റ്റ്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ഒരു ബോട്ടിംഗ് സർവീസിന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർ ഹെഡിന് 400 rupees ആണ്. നമ്മളിങ്ങനെ ബോട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് വെച്ചിട്ടൊരു കുട്ടി ഐലാൻഡ് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വിടും. പിന്നെ പോകുന്ന വഴിക്ക് ഇതായി മംഗരവ ഫോറസ്റ്റിനുള്ളിൽ കൂടെ നമുക്ക് പോവാം. അപ്പം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ അത്രയും എക്സ്പ്ലോർ ചെയ്യാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ജേർണി വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം, അത്രയേ ഉള്ളൂ. അരിക്കമേട് ഐലാൻഡ് എന്ന് പറയുന്നത് അവിടെ ഒരു നടുവിലൊരു ആർക്കിടെക്ചർ ഉണ്ട്, ഒരു പഴയ ഫ്രഞ്ച്
ആർക്കിടെക്ചർ എന്തോ ആണ് ഈ കാണുന്ന പോലെ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം, കാണാനും ഉണ്ട്. പക്ഷെ എന്തൊക്കെ കുറെ പൊളിച്ച് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പൊ അത്ര വെറുത്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, എക്സ്പ്ലോർ ചെയ്യാൻ ഓക്കെ ആണ്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാം. വിവേക് അവിടെ എത്തിയപ്പോൾ അതിന് മുകളിലൊക്കെ അങ്ങനെ പൊത്തിപ്പിടിച്ച് നടക്കുകയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അരിക്കമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ മംഗളൂർ ഫോറസ്റ്റ്, നമ്മുടെ പോണ്ടിച്ചേരി ഹാർബർ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ വന്നത്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചു തരുന്ന മംഗളൂർ ഫോറസ്റ്റ്. പിന്നെ ലിപ്സ്റ്റിക് ആകുന്നത് എന്ത് കഷ്ടമാണ്. 4 പെമ്പിളാറുടെ കൂടെ ട്രാവൽ ലിപ്സ്റ്റിക് ആവാതെ. അങ്ങനെ അതിനുശേഷം നമ്മൾ A to B ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫ്രഞ്ച് കോളനിയിൽ ചുമ്മാ വീണ്ടും കറങ്ങാൻ പോയിട്ടോ. അവിടുത്തെ കളർഫുൾ വാൾസിലൊക്കെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തായിരുന്നു. ശരിക്കും പോണ്ടിച്ചേരി ഈസ് വർത്ത് ഫോർ ഫോട്ടോ. എനിക്ക് അങ്ങനെയാ തോന്നിയ കുറേ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പാരഡൈസ് ബീച്ചിൽ പോയി. റോഡ് ത്രൂ ആണോ നമ്മൾ പാരഡൈസ് ബീച്ചിൽ പോയത്. അങ്ങനെ പാരഡൈസ് സാൻറ്റ്യൂൺ ബീച്ച് എന്താണ് അതിൻ്റെ പേര്. അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചത്. ഫിഷൊക്കെ ട്രൈ ചെയ്തിരുന്നു. ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ചൂടൊന്ന് കുറയാൻ വെയിലൊന്ന് താഴാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തായിരുന്നു. കാരണം ഒടുക്കത്തെ വെയിലായിരുന്നു, നമുക്ക് കിടക്കാനേ പറ്റാത്ത ടൈപ്പ് വെയിലായിരുന്നു. അതിനുശേഷം നമ്മളിതാ കുറേ ബീച്ചിൽ കളിച്ചായിരുന്നു. കുറേ രസമായിരുന്നു കാണാൻ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം അത് കഴിഞ്ഞിട്ടൊരു ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകണമായിരുന്നു. കാരണം ബാംഗ്ലൂർ ട്രാഫിക് അറിയാലോ. അപ്പം എന്തായാലും ഞങ്ങൾ എത്രയോ 4-5 മണി ആകുമ്പോഴേക്കും തിരിച്ചായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ രാത്രി 2 മണിയും കൂടി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു പോണ്ടിച്ചേരി. സഡൻ ട്രിപ്സൊക്കെ ഏറ്റവും സൂപ്പർ ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഇവിടെ എൻ്റെ ഇങ്ങനൊരു സഡൻ ലോങ് ട്രിപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ കിടു വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം.